അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, നിങ്ങൾ ചെരുപ്പ് കുത്തികളെ കണ്ടിട്ടില്ലേ? എത്ര സൗന്ദര്യമുള്ള ഒരു ഓമനത്തുള്ള സ്ത്രീ അരിയിലേക്ക് വന്നാലും, ഒരു കാട്ടാളൻ ക്രുദ്ധതയോടെ വന്നാലും, ഒരു കൃഷിക്കാരനോ ധനാഢ്യനോ സമ്പന്നനോ ദരിദ്രനോ വിഡ്ഢിയോ വിദൂഷകനോ ഒന്നും വ്യത്യാസമില്ല. ചെരുപ്പ് കുത്തി നോക്കുന്നത് കാലുമയ്ക്കാം. കാലിൽ നോക്കി ഒരു പണി കിട്ടുമോ എന്നാരായുന്നൊരു മനസ്സുള്ളവനാണ്, എത്ര ഭൂഷണസ്ഥിതികളുള്ളവനാണ് മുൻപിൽ നിന്നാലും ചെരുപ്പ് കുത്തിയത് കണ്ണ് കാലിലേക്ക്. ചെരുപ്പ് പൊട്ടാതായോ? തേഞ്ഞരല്ലോ? ഇതിന് റീസോൾ വേണോ? ഇതിൻ്റെ വള്ളി മാറ്റണോ? ഇത് പൊട്ടിയ വള്ളി മാറ്റി പുതിയതൊരെണ്ണം ഇടണോ, തുന്നണോ? ഇതാണ് ചെരുപ്പ് കുത്തി. നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നമ്മൾ നോക്കേണ്ടത് അവൻ്റെ ഗമനത്തിന് എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അവൻ്റെ നല്ല നന്മയാർന്ന സമാധാനമുള്ള ആനന്ദവും സ്നേഹവും നന്മയും സൗമ്യതയും സ്വസ്ഥതയും ഒക്കെയുള്ളൊരു ജീവിതം അവന് നയിക്കാൻ എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. ചെരുപ്പുത്തിയെ പോലെ കാലിലേക്ക് മാത്രം നോക്കുന്നവനെ പോലെ അവൻ്റെ നന്മ, അവൻ്റെ സമാധാനം, അവൻ്റെ സ്വസ്ഥത, അവൻ്റെ സംഗീതം പോലെയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ എനിക്കെന്ത് ചെയ്യാനാകും? നമ്മുടെ നോട്ടങ്ങൾ, ശ്രദ്ധകൾ, നമ്മുടെ അന്വേഷണങ്ങളെല്ലാം അവൻ്റെ നന്മയാർന്ന ഒരു ജീവിതമാകാനിടയായാൽ സ്വർഗീയമാകും സമൂഹം. കുടുംബങ്ങളൊക്കെ ആളിക്കത്തുന്ന വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ദയയുടെ, നന്മയുടെ, അനുകമ്പയുടെ, ആർദ്രതയുടെ നല്ല വിളക്കുകളായി മാറും കുടുംബങ്ങൾ. അങ്ങനെയുള്ള കുടുംബങ്ങൾ എത്ര ഇരുട്ടുള്ള സമൂഹത്തിലാണേലും ഒരു ഹൈ പവർ ഉള്ള പ്രകാശഗോപുരങ്ങൾ പോലെ നമുക്ക് അങ്ങനെയാകാൻ ശ്രമിക്കാം. എപ്പോഴും സാധിച്ചില്ലെങ്കിലും ഓർമ്മയിലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മകളിലേക്ക്, അവരുടെ നന്മയാർന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ വാട്ട് കൻ ഐ ഡു ഫോർ യു, എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ. ആമേൻ.